ലക്ഷദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യൻ ഓഷ്യനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രിസ്റ്റിനായിട്ട് ഏറ്റവും നേച്ചുറലി സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഐലൻഡ്സ് ആണ്. ഭയങ്കര സ്മോൾ, ഭയങ്കര ഫ്രെജൈൽ ഇക്കോസിസ്റ്റം ഉള്ള ഒരു ആർച്ചിപ്പലഗുവാണ് ലക്ഷദ്വീപ് ആർച്ചിപ്പലഗു. അപ്പോൾ അവിടെ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രത്യേകതകളുണ്ട് നേച്ചറിന്. ലൈക്ക് ഇപ്പോൾ ഒരു ഐലൻഡ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ കോറൽ അറ്റോൾസ് ആണിത്. അപ്പോൾ ഈ ലഗൂൺസിൽ ഒരുപാട് എൻഡേഞ്ചേർഡ് ആൻഡ് ത്രെറ്റൻഡ് സ്പീസീസ് ഉണ്ട്. ത്രെറ്റൻഡ് ആൻഡ് എൻഡേഞ്ചേർഡ് സ്പീസീസ് എന്ന് പറയുന്നത് അത് നമ്മുടെ നിയർ ഫ്യൂച്ചർ ലൈക്ക് ലെറ്റ്സ് സേ 2050 ഒക്കെ ആകുമ്പോൾ അത് ചിലപ്പോൾ ഇല്ലാണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേച്ചുറൽ റിസോഴ്സസിനാണ് ഈ എൻഡേഞ്ചേർഡ് സ്പീസീസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ റിസർച്ച് ശരിക്കും പറഞ്ഞാൽ ഈ കോറൽസ് എന്ന് പറയുന്ന സംഭവം എൻഡേഞ്ചേർഡ് സ്പീസീസിൽ 2030 ഉള്ളിൽ വരും എന്നൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിനാരിയോയിൽ ഇന്നത്തെ കണ്ടീഷനിൽ ലക്ഷദ്വീപിലാണ് ഈ കോറൽസിൻ്റെ ഏറ്റവും അധികമുള്ള റിസോഴ്സസ് ഉള്ളത്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ് എന്ന് പറയാൻ പോകുന്ന ഈ LDAR 2021 പോലത്തെ ഡ്രാഫ്റ്റുകൾ കൊണ്ടുവരാൻ പോകുന്ന പ്രോജക്ട്സ് അത് വളരെ നമ്മുടെ ലഗൂണിലും അതിൻ്റെ എൻവിറോൺമെൻറ്റിനും അതിൻ്റെ ഇക്കോസിസ്റ്റത്തിനും വല്ലാത്തൊരു ഇംബാലൻസാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതൊരു അൺസസ്റ്റൈനബിൾ വേയിലോട്ടാണ് അത് കൊണ്ടുപോകുന്നത്. ഐലൻഡ്സിന് ശരിക്കും പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള നേച്ചുറൽ സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അത് കൊണ്ടുപോവുക. ലൈക്ക് ഒരു ലഗൂണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ഔട്ടർ റീഫ് ഉണ്ട്. ഈ ക്ലൈമറ്റ് ചേഞ്ചും അതിൻ്റേതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ട് സീ ലെവൽ റൈസൊക്കെ കാരണം ആ ഔട്ടർ റീഫ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഡിസ്റ്റർബ് ആയിട്ട് കിടക്കുകയാണ്. അതാണ് ഒരു ബഫർ എന്ന് പറയുന്നത്. ഐലൻഡിന് ഇറോഡ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ഈ പുറത്തുള്ള കോറൽ റീഫാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നേച്ചർ അതിൻ്റേതായിട്ടുള്ള കുറേ പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട് ഇന്നത്തെ സിനാരിയോയിൽ. സോ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാൻമെയ്ഡ് ഇമ്പാക്റ്റ് ആ ഐലൻഡ്സിനെ കുറയ്ക്കാനാണ് വേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഈ കോറൽസിൻ്റെ റിലേറ്റഡ് ആയിട്ട് പല മറീൻ ബയോഡൈവേഴ്സിറ്റി, മറീൻ ലൈഫ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കോറൽസിൻ്റെ കൂടെ തന്നെ കുറേ ക്രസ്റ്റേഷ്യൻസ്, കുറേ ചെറിയ ഫിഷസ് അതിൻ്റെതായിട്ടുള്ളൊരു ലിങ്കേജോടാണ് വലിയ ഫിഷസിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിനാണ് ഈ ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ് എന്ന് പറയുന്ന സംഭവങ്ങളിലൊക്കെ കൊണ്ടുവരാൻ പോകുന്ന ലോസ്റ്റ് ഉണ്ടാവാൻ പോകുന്നത്. അതായത് ഈ ലഗൂൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻഷുറൻസ് സൈറ്റാണെന്ന് പറയാം. ഫ്യൂച്ചറിലോട്ടുള്ള ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവാൻ പോകുന്ന ഒരു നേച്ചുറൽ ഇൻഷുറൻസ് സൈറ്റാണ് ലഗൂൺ. അപ്പോൾ അവിടെ ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ആക്ടിവിറ്റീസ് നടന്നാൽ എഫക്റ്റ് ആവാൻ പോകുന്ന ഫസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഫിഷർമാൻ കമ്മ്യൂണിറ്റി. സോ ഈ കോറൽസിൻ്റെ പ്രൊട്ടക്ഷനിന് വേണ്ടിയിട്ടും അതിന് കൺസർവേഷന് വേണ്ടിയിട്ടും നേച്ചുറലി അവിടെ സീഗ്രാസസ് ഉള്ളതാണ്. സാൻഡ് ഷോർസിൽ സീഗ്രാസസ് ഉണ്ട്, പ്ലസ് സീ ഏർച്ചിൻസ് ഉണ്ട്, ഫിഷിംഗ് ഗ്രൗണ്ട്സ് ഉണ്ട്. ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ സാൻഡിന് ബൈൻഡിങ് കപ്പാസിറ്റി കൂടിയിട്ട് സ്റ്റെബിലൈസ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നേച്ചുറലി ഐലൻഡ്സ് ഇറോഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നേച്ചർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എൻവിറോൺമെൻറ്റ് ഓർ ഇക്കോസിസ്റ്റമാണ് ഇതൊക്കെ. മാംഗ്രൂവ്സ് ഇക്കോസിസ്റ്റം, സീഗ്രാസ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് നടക്കുകയാണെങ്കിലും ലാൻഡിൻ്റെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ ഗ്രീനറിയാണ് പോകാൻ പോകുന്നത്. സോൾട്ട് മാർഷസ് ആയിക്കോട്ടെ. അപ്പോൾ അതൊക്കെയാണ് ഐലൻഡിൻ്റെ സോയിൽ അല്ലെങ്കിൽ സാൻഡിനെ ബൈൻഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റൂട്ടിൻ്റെ ഒക്കെ ആ ഒരു സ്ട്രെങ്ത് കൊണ്ടാണ്. അപ്പോൾ അതിനൊക്കെ ലോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഉണ്ടാവാൻ പോകുന്നത് ലാൻഡ് ഇറോഷനാണ്. ലാൻഡ് ഇറോഷൻ ആയിക്കഴിഞ്ഞാൽ ഈ ലാൻഡിൽ നിന്ന് മോൺസൂൺ സീസണിൽ വരുന്ന എല്ലാ സാൻഡും കൊണ്ടുപോയിട്ട് ആ കോറൽസിൻ്റെ പോർസ് ഉണ്ട്, ചെറിയ മൈന്യൂട്ട് പോർസ് ഉണ്ട്, അതൊക്കെ ക്ലോഗ് ചെയ്യും. അത് ക്ലോഗ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്തിനെ ഇമ്പാക്റ്റ് ചെയ്യും. അതിൻ്റെ ഗ്രോത്തിനെ ഇമ്പാക്റ്റ് ആയിക്കഴിഞ്ഞാൽ അതിന് കൂടെ അറ്റാച്ച് ഉള്ള പല ഫുഡ് ചെയിനിന് അത് ബാധിക്കും. അത് അൾട്ടിമേറ്റ്ലി എഫക്റ്റ് ചെയ്യുന്നത് പിന്നെ ഫിഷറീസിനെ ആയിരിക്കും. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് 25,000 മെട്രിക് ടൺസ് ഓഫ് ട്യൂണ പെർ ഇയർ കിട്ടുന്ന ഒരു സ്ഥലമാണ് അക്കോർഡിംഗ് ടു റെക്കോർഡ്സ്. അപ്പോൾ അങ്ങനെ അത്രയും ഫിഷറി സ്ട്രെങ്തൻ ഉള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രിസർവേഷൻ ഇല്ലാത്ത ഒരു കൺസ്ട്രക്റ്റീവ് ഒരു വിഷൻ ഇല്ലാത്ത ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ശരിക്കും അവിടുത്തെ ആ ഇക്കോസിസ്റ്റത്തിനെ മൊത്തത്തിൽ ഇംബാലൻസ് ചെയ്യും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഐലൻഡ് സിനാരിയോ നോക്കണമെങ്കിൽ അതിനതായിട്ടുള്ള പ്രത്യേകിച്ച് ഉള്ള റൂൾസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെട്രോ സിറ്റീസിനുള്ള ഡെവലപ്മെൻറ്റൽ പ്ലാൻസ് ഒരിക്കലും ഐലൻഡ് സിനാരിയോയിൽ വർക്കൗട്ട് ആവില്ല. സോ അതിനതായിട്ടുള്ള ഫോം ആയിട്ടുള്ള
5 members കമ്മിറ്റിയുടെ ഒരു ഇതാണ് ഇൻറ്റിഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്, IIMP എന്ന് പറയും. ആ IIMP ശരിക്കും വരുന്നത് അണ്ടർ നോട്ടിഫിക്കേഷൻ ഓഫ് ഐലൻഡ് പ്രൊട്ടക്ഷൻ സോൺ ൻ്റെ അണ്ടറിൽ 2011. അതിന് കുറേ റൂൾസ് ഉണ്ട്. ഈ ഐലൻഡ് അതായത് ഇത്രയും ചെറിയ ഐലൻഡ്സിന് അതിൻ്റെ പ്രൊട്ടക്ഷൻ, പ്രിസർവേഷൻ, കൺസർവേഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നോംസ് ആൻഡ് സെക്ഷൻസ് ഉള്ളതാണ് IIMP. IIMPയുടെ ഒരു മെയിൻ ഒരു പോയിന്റ് ഉണ്ട്. അവിടെ ശരിക്കും പറഞ്ഞാൽ elected governed body of പഞ്ചായത്തിന് ഒരു റോൾ ഉണ്ട്. അപ്പോൾ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റി, ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റി ഈ ഐലൻഡിൽ നടക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു IIMP ഈ പഞ്ചായത്ത് ബോഡി ഒരു റോൾ പ്ലേ ചെയ്യണം. അതായത് ആ ലോക്കലി ഗവേൺഡ് ബോഡിയാണ് പഞ്ചായത്ത്, അതിനൊരു റോൾ ഉണ്ട്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ എന്ത് ഡിസിഷൻ, എന്ത് എക്കണോമിക് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഐലൻഡിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റി നടക്കുകയാണെങ്കിൽ അവിടെ പഞ്ചായത്തിന് ഒരു റോളുണ്ട്. അതാണ് ഈ IIMP പറയുന്നത്. പിന്നെ ഇത് വന്നിരിക്കുന്നത് ഡയറക്റ്റ് സുപ്രീം കോർട്ടിൽ നിന്നാണ്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് CRZ നോട്ടിഫിക്കേഷൻസ് എല്ലാത്തിനും കൺസേർവ് ചെയ്യാനുള്ള ഒരു ഗോളോടാണ്, ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഗോളിലോട്ടാണ് ഈ IIMPയുടെ മൊത്തം റിപ്പോർട്ടും വന്നിരിക്കുന്നത്. ആൻഡ് അത് ഫോം ചെയ്തേക്കുന്നത് രാജീവൻ കമ്മിറ്റിയാണ്, ജസ്റ്റിസ് രാജീവൻ കമ്മിറ്റി ആണ് 2012. അപ്പോൾ ഈ IIMPയുടെ അതിൻ്റെതായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്തേക്കുന്നത് എന്ത് ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ് ഈ സ്മോളർ ഐലൻഡ്സിന് വരികയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് സയൻറ്റിഫിക്കലായിട്ടുള്ള എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് ചെയ്തിരിക്കണം. അത് പ്രോപ്പറായിരിക്കണം. പിന്നെ അത് ഐലൻഡിന് മാത്രമല്ല, അത് ലഗൂൺ സൈഡ് ആയാലും എവിടെ ആയാലും. കാരണം ഇപ്പം നമ്മുടെ വെറും ഒരു ലെസ് ദാൻ 4.5 സ്ക്വയർ കിലോമീറ്ററിൽ എന്ത് തരത്തിലുള്ള വലിയ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, റോഡ് എക്സ്പാൻഷൻ അക്കോർഡിംഗ് ടു LDAR 2021 ദേ സേസ് ലൈക്ക് 7 മീറ്റേഴ്സിൻ്റെ റോഡ് വേണമെന്ന്. അപ്പോൾ അതൊക്കെ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഉള്ള വെജിറ്റേഷന് നല്ല ലോസ് ആവും. അപ്പോൾ ഇത്രയും വെജിറ്റേഷൻസ് ലോസ് ആയിക്കഴിഞ്ഞാൽ അത്രയും ഇറോഷൻ ഓഫ് ദ ലാൻഡ് കൂടും. അങ്ങനെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ IIMPൻ്റെ എഗെയിൻസ്റ്റ് ഉള്ള ഡെവലപ്മെൻറ്റിൻ്റെ പാർട്ടായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കാണുന്നത്. ഇനി മൂന്നാമത്തെ ഇതാണ്, അനിയന്ത്രിത ടൂറിസവും വൻകിട വികസന പദ്ധതികളും ദ്വീപിന്റെ പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കും? ഇപ്പോൾ ടൂറിസം എക്സിസ്റ്റിംഗ് ടൂറിസം തന്നെ നമ്മുടെ ഐലൻഡിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി നോക്കിയിട്ടുള്ള ടൂറിസമാണ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റീൻ്റെ അപ്പുറത്തോട്ട് പോകുന്ന ഒരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഐലൻഡിൻ്റെ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് സിസ്റ്റമിനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലെറ്റ്സ് സേ ഗ്രൗണ്ട് വാട്ടർ ആയാലും പൊല്യൂഷൻ ആയാലും എല്ലാ തരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സസിന് ഒരു സ്കേർട്ടസി ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജിലോട്ടാണ് ഇത് ഇമ്പാക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് വളരെ നാരോ ഒരു ടേബിൾ ഓഫ് ഫ്രഷ് വാട്ടർ ഉള്ളതാണ് ഐലൻഡ്. അപ്പോൾ അവിടെയൊക്കെ ശരിക്കും ഇത്രയും വലിയ പ്രോജക്ട്സ് വന്നു കഴിഞ്ഞാൽ അത്രയും കൂടുതൽ ആൾക്കാരിനെ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ അത്ര amount of വാട്ടറും വേണ്ടി വരില്ലേ ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ശരിക്കും സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ നടക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഉള്ള വാട്ടർ ടേബിളിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ ഈ ഡെവലപ്മെൻറ്റ് എവ്രിതിങ് ഈസ് ഫൈൻ, ലേക്കിൻ അതിൻ്റെ ഒരു ലിമിറ്റ്, അതായത് അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റീൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് കാരണം ഉണ്ടാകാൻ പോകുന്ന ഈ ലഗൂൺ പൊല്യൂഷൻ, പ്ലാസ്റ്റിക് മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ പൊല്യൂഷൻ, ഇതൊക്കെ മറീൻ ലൈഫിന്, മറീൻ ഹാബിറ്ററ്റ്സിന് ശരിക്കും എഫക്റ്റ് ചെയ്യും. അതൊരു വേ ടു ഡിസ്ട്രക്റ്റീവ് വേയിലായിരിക്കും. അത് നമുക്ക് ശരിക്കും ഫ്യൂച്ചർ ജനറേഷന് ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഐലൻഡ് സിസ്റ്റം ശരിക്കും കാണാൻ പറ്റണമെന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഫോം ഓഫ് ഡെവലപ്മെൻറ്റ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പരിസ്ഥിതി പ്രാധാന്യം കണക്കിലെടുക്ക് ദ്വീപ് ഭരണകൂടം ശരിയായ രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കണം? Taking into consideration of the environment. How the administration can recommend this. Okay. First thing, there should be scientific research and studies before any development, that keeping in mind environmental impact assessment.
എന്ത് ഡെവലപ്മെൻറ്റ് അവിടെ നടന്നാലും ആദ്യം ചെയ്യേണ്ട ആ ഒരു റിസർച്ച് ബാക്ക്ഗ്രൗണ്ടാണ്. അവിടെ ഈ ഒരു എന്ത് വരാൻ പോവുകയാണെങ്കിൽ അത് ആ ഒരു എൻവിറോൺമെൻറ്റിന് പോസിബിൾ ആണോ എന്നുള്ളത്. രണ്ടാമത്തെ ലോക്കൽ അവയർനെസ്, അതായത് എഡ്യൂക്കേഷൻ സ്ട്രെങ്തനിങ് ചെയ്തിട്ട് അവിടെ ഉള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് എന്ത് പ്രൊജക്റ്റ് വന്നാലും അതിൻ്റെ ലോസ് ആൻഡ് അതിൻ്റെ ബെനിഫിറ്റ് മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അല്ലാണ്ട് ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഇല്ലാണ്ട് അവരെ കോൺഫിഡൻസിൽ എടുക്കാണ്ട് ഒരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റും ആരും അംഗീകരിക്കാൻ പോകുന്നല്ല. പിന്നെ അവിടെ ഓൾറെഡി ആൾക്കാർ ഫ്രം സെഞ്ച്വറീസ് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പെട്ടെന്ന് ഓവർനൈറ്റ് ഡിസിഷനോട് ഇത്ര വലിയ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടായിരിക്കും. പിന്നെ മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നേച്ചുറൽ റിസോഴ്സസിന് സസ്റ്റൈനബിൾ വേയിൽ കൺസേർവ് ചെയ്യാനുള്ള അവയർനെസ് എല്ലാവർക്കും കൊടുക്കണം. ലൈക്ക് കീപ്പിംഗ് ഇൻ മൈൻഡ് ദ ലിമിറ്റേഷൻസ് ഓർ അൺഅവൈലബിലിറ്റി ഓഫ് ദ നാച്ചുറൽ റിസോഴ്സസ്, ദാറ്റ് ടു ഇൻ എ റിമോട്ട് ഐലൻഡ്. സോ കാരണം ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ, അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ, പിന്നെന്താണ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ഇത്രയും സംഭവങ്ങളൊക്കെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ്, പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ്, റിന്യൂവബിൾ എനർജി സോഴ്സസ്, പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ഇതിനൊക്കെ കുറിച്ച് എല്ലാം ഒരു നല്ല വേയിൽ ഒരു അവയർനെസ് പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ബേസിസ് ഇത്രയ്ക്കും കാരണങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ബേസിൽ ഒരു നല്ല EIA, അതായത് എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ത്രൂ ശരിക്കും നടന്നാൽ മാത്രമാണ് ഒരു ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റിയും ഇങ്ങനെയുള്ള ഇക്കോസിസ്റ്റമിൽ നടക്കുകയുള്ളൂ. ഇപ്പോൾ കറണ്ട് സിനാരിയോയിൽ ലക്ഷദ്വീപിൽ ഈ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നത്. അത് ശരിക്കും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ഐലൻഡ് സിനാരിയോ നോക്കണമെങ്കിൽ ആ ഒരു കോസ്റ്റൽ റെഗുലേഷൻ സോൺ എന്ന് പറയുന്നത് 20 മീറ്റേഴ്സാണ്. പിന്നെ അത് മെയിൻ കോസ്റ്റൽ റീസൺ, മെയിൻ ലാൻഡിൽ കോസ്റ്റൽ സോൺ വരുന്നത് 50 മീറ്റേഴ്സാണ്. അത് പണ്ട് ഐലൻഡ് സിനാരിയോയിലും 50 മീറ്റേഴ്സ് ആയിരുന്നു. പക്ഷേ കീപ്പിംഗ് ഇൻ മൈൻഡ് ദ അവൈലബിലിറ്റി ഓഫ് ദ ലാൻഡ് അത് കുറച്ചതാണ് 20 മീറ്റേഴ്സ്. സോ അതിന് വരുന്ന നോ ഡെവലപ്മെൻറ്റൽ സോണിൽ വരുന്ന ചില പെർമിറ്റഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഫിഷർമാൻ ആണെങ്കിൽ അവർക്ക് അവരുടെ ബോട്ട് വെക്കാനുള്ള ഫെസിലിറ്റീസും അവരുടെ നെറ്റ്സും അവരുടെ ഡീസൽസും ഇതൊക്കെ വെക്കാനുള്ള പെർമിറ്റഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ട് ശരിക്കും നോൺ ഡെവലപ്മെൻറ്റൽ സോണിൽ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലേക്ക് ഇപ്പോൾ അവരുടെ ഡെമോളിഷ് ചെയ്യുക, ഡിസ്ട്രക്റ്റ് ചെയ്യുക, അത് ശരിക്കും ശരിയായ ഒരു എന്താ പറയുക ഒരു കാഴ്ചപ്പാടല്ല എന്നാണ് എല്ലാവരുടെ എൻ്റെ അഭിപ്രായം. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഐലൻഡ്സിന് ഇപ്പോൾ ഈ ഫിഷർമാനിന് ഈ ഒരു സ്പേസ് ഇല്ലെങ്കിൽ അവരെങ്ങോട്ടേക്ക് ഇതെല്ലാം വെക്കും? പിന്നെ അത് അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ടാണ് അവരവിടെ ഇതൊക്കെ വെച്ചിട്ടും ജീവിക്കുന്നത്. അതിനൊക്കെ ഡെമോളിഷ് ചെയ്യുന്ന തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആരും എൻ്റർടൈൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല.